കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലിത് കുറച്ച് പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കാണിക്കാനുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഇന്നലെ രാത്രിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഈ പശുക്കളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇവരുടെ പാലിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. 2 ദിവസമായില്ലോ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ള ഒരു സുന്ദരി പശുക്കുട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പശുക്കുട്ടിയാണ്. ഇതേതാ ബ്രീഡ് എന്ന് എനിക്കറിയണില്ല കേട്ടോ. സത്യത്തിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണേ. എനിക്ക് എന്താ ബ്രീഡെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നല്ലൊരു മോളാണ് കേട്ടോ. നല്ല ഒതുക്കമുള്ള ഒരു പശുക്കുട്ടിയാണ്. നല്ല മേനയൊക്കെ ആയിട്ട് നല്ലൊരു സുന്ദരി മോളാണ് കേട്ടോ. നന്നായി വെള്ളം കുടിക്കുന്നുണ്ട്, പുല്ല് തിന്നുന്നുണ്ട്, യാതൊരുവിധ കുഴപ്പങ്ങളും ശാന്തമായിട്ടുള്ളൊരു പശുക്കുട്ടി. നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊണ്ട് നടക്കാം. നിങ്ങൾ പുറത്തൊക്കെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ നന്നായി തിന്നുന്ന ഒരു മോളാണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു അരക്കറവ് പശുവാണ്. വലിയ പശു ഒന്നല്ല കേട്ടോ. നല്ല സാധാരണ ആൾക്കാർക്ക് പറ്റിയ ഒരു പശുക്കളാണ് കേട്ടോ ഈ വട്ടം എത്തിയിട്ടുള്ളത്. കാണാൻ നല്ല വൃത്തിയുള്ള നല്ല ഒതുക്കമുള്ള പശുക്കളാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ പാൽ എന്താ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ വന്നിട്ടുള്ളൂ. ഇന്ന് നമുക്ക് എന്തായാലും പാൽ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ഇന്ന് ശരിക്കുള്ള പാൽ നമുക്ക് തരില്ലല്ലോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ തീറ്റയിലൊന്ന് യോജിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പാൽ കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ജേഴ്സി പശുവാണ്. ജേഴ്സി പശു അത്യാവശ്യത്തിന് നല്ല വലിപ്പമുള്ള പശു തന്നെയാണ് കേട്ടോ. നല്ല കൊമ്പ്, നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി പശുവാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ തീറ്റ നമ്മൾ മുഴുവനായിട്ട് ഇപ്പോൾ കൊടുത്ത് തുടങ്ങിയിട്ടില്ല. നമ്മൾ കേരള വീഡ്സും ചോളത്തോടും മാത്രമാണ് ഇപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെയൊക്കെ ആയിട്ട് കുറേശ്ശെ നമ്മുടെ തീറ്റ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റാക്കിയിട്ട് ഇവരെ വരിക കേട്ടോ. അപ്പോൾ പശുക്കുട്ടിനായാലും പശുക്കളെന്നായാലും ഇഷ്ടപ്പെട്ടു, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സുന്ദരി മണികൾക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് നല്ല കുട്ടികളായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. നല്ല പോലെ എന്താ പറയുക, വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ സാധാരണ ഒരു രീതിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ പശുക്കളൊക്കെ സാധാരണഗതിയിൽ എല്ലായിടത്തും കുറഞ്ഞ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. എല്ലാവരും ഫാമൊക്കെ നിർത്താൻ തുടങ്ങിയിരിക്കുന്നു. എന്താ കാരണം എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. എന്തോ ലാഭമുള്ളവർക്കൊക്കെ ലാഭമുണ്ട്. ഇഷ്ടം പോലെ പേര് നമ്മുടെ ഈ ഒരു ഫാം കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ തൊഴുത്തായിട്ടാണ് ജീവിച്ച് പോകുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾ നമ്മുടെ വീട്ടിൽ സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു പണിയായാലും നല്ല രീതിയിൽ നടക്കാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ രാവിലത്തെ പണി ഒരാൾ ചെയ്ത് ഉച്ചത്തെ പണി വേറൊരാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയം അവിടെ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂട്ടെ. അപ്പോൾ നമുക്ക് സ്വയം ലാഭം ഉണ്ടായിരിക്കും. പിന്നെ കൂടുതലും പണിക്കാരനൊന്നും നിർത്താതെ നമ്മളൊരു എന്താ പറയുക, തൊഴുത്ത് പോലൊക്കെ ആണെങ്കിൽ നമ്മളധികം പണിക്കാരനെ നിർത്താതെ കൊണ്ടുപോകാനായാലും നമുക്ക് പറ്റാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് സഹകരിക്കാനായിട്ട് ആൾക്കാരും വേണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ട് നമുക്കൊരു തൊഴിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ തൊഴുത്തൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന സമയത്ത് പോയി ഇന്ന സമയത്ത് വരണം എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് നമുക്ക് തൊഴുത്ത് എന്ന് പറയുന്ന ഒരു സംരംഭം കൊണ്ട് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇവർക്ക് കറക്റ്റ് 2 നേരം വെള്ളം കൊടുക്കണം, പിന്നെ പുല്ല് കൊടുക്കണം, കറക്കണം. ഇതൊക്കെ കറക്റ്റ് സമയത്താണ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ രാവിലെ ഒരാൾ വെള്ളം കൊടുത്ത് കറന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഉച്ചരിട്ട് ഒരാൾ വെള്ളം കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം പോകേണ്ടോടത്തേക്ക് പോവാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരാൾ മാത്രമായിട്ട് കൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരാളുടെ പണിക്കാരനെ നിർത്തിയാൽ തന്നെ അവർ കറക്റ്റായിട്ട് നമ്മുടെ പശുക്കളെ നമ്മൾ നോക്കുന്നത് പോലെ നോക്കണം എന്നൊന്നും ഇല്ലല്ലോ. പിന്നെ നോക്കുന്നവരും ഉണ്ടായിരിക്കാം, സത്യസന്ധരായ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി നിങ്ങളിപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ സഹായിക്കാനുണ്ടെങ്കിൽ അവരെ വെറുപ്പിക്കാത്ത രീതിയിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നടക്കും. ഇപ്പോൾ കുപ്പിയിലൊക്കെ പാൽ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ കുപ്പിയൊക്കെ കഴുകി കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നില്ല നമ്മുടെ തൊഴിലിനോട് അല്ലേ. ഇപ്പോൾ ഒരു ആളിപ്പോൾ പാല് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പാലും മാത്രം ആളിപ്പോൾ പാല് കൊടുക്കുക എന്ന് അത്ര നല്ല സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. കാരണം കുറേ സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ട് വേണമല്ലോ പാല് കൊടുത്തിട്ട് വരാനായിട്ട്. ഞാനിവിടെ ആളുടെ കാലുമ്പോൾ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് കേട്ടോ പാല് കൊടുക്കാനും വീട്ടിലത്തെ പണികളും തൊഴുത്തത്തെ പണികളൊക്കെ ഒറ്റയ്ക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ പണിക്കാരേ ഇല്ല കേട്ടോ. നമ്മൾ പണിക്കാരെ നിർത്താറേ ഇല്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും
ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ പുലർച്ചെ എണീച്ച് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് തൊഴുത്തത്തെ പണികൾ ചെയ്തിട്ട് എന്നിട്ട് പാല് കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് തെളിയിച്ച ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ. എന്താ പറയുക, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നൊന്നും വിചാരിച്ച് ഞാൻ തളർന്നിരുന്നിട്ടില്ല കേട്ടോ. അവിടെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവർ ആരും കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ കൂടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഈ തൊഴുത്തത് ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. ഒരു കുറവും ഞാൻ പശുക്കൾക്ക് വരുത്തിയിട്ടില്ല. ഒരു ദിവസം പോലും ഇവരെ കഴുകാതിരുന്നിട്ടില്ല. അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരാളുടെ പോലും ഹെൽപ്പ് ചെയ്യാതെ ഞാൻ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക, കൂടുതൽ പണിക്കാരെ നിർത്താതെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ ഫാമിലിത്തെ ഒരാളിനെ കൂട്ടി ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കുക. അല്ലാണ്ട് അവരെ വെറുതെ വന്നിട്ട് ചെയ്തു പോകുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നിർത്താതെ അവർ നമ്മുടെ തൊഴിലിനോടൊരു എന്താ പറയുക ഭാഗമാണ്, അവർ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കും മടുപ്പ് വരില്ല, നമുക്കും മടുപ്പ് വരില്ല നമ്മുടെ തൊഴിലിനോട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടേതായ രീതിയിലുള്ള ഒരു ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ്. ഇത്രയും വർഷമായി ഞാൻ ഈ തൊഴുത്തും ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരാളും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ തൊഴുത്തിൽ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വരുമാനം ഉള്ളതും ഇല്ലാത്തതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ആർത്തി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ നമ്മുടെ ഓരോ അവസ്ഥ, നമുക്കിപ്പോൾ ഇന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല എന്നുള്ള പോലെയാണല്ലോ. അപ്പോൾ ആരും കൂടുതലൊക്കെ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടാണ്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് സെറ്റായിട്ട് കൊണ്ട് നടക്കാം. പിന്നെ നമ്മൾ തൊഴുത്താണ്, പശുക്കളാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ വിഷമിക്കുകയൊന്നും വേണ്ട. ഇതും ഏറ്റവും നല്ലൊരു സംരംഭം തന്നെയാണ് കേട്ടോ തൊഴുത്ത് പശു എന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പശുവിനെ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഒഴിവാക്കി പോകുന്നൊക്കെ ഉണ്ടാവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം എല്ലാവരും ഒരു ലാഭം ഇല്ലാണ്ട് ഇപ്പോൾ ഒരു തൊഴുത്ത് കൊണ്ട് നടക്കത്തില്ലല്ലോ. അപ്പോൾ ലാഭമൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ രീതിയിൽ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിലൊന്നും വിഷമിക്കൊന്നും വേണ്ട. പിന്നെ അത്യാവശ്യത്തിന് നല്ല പാലുള്ള പശുക്കളെ ഒരു 1, 2, 3 എണ്ണത്തിനൊക്കെ നോക്കി വളർത്താനായിട്ട് ശ്രമിക്കുക. അവർക്ക് നല്ല തീറ്റ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ പണിക്ക് നിർത്തിയിട്ട് നമുക്ക് കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ പുല്ലൊക്കെ വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലായിട്ട് ചിലവുകളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ തീറ്റ മാത്രമല്ലേ നമുക്ക് മേടിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റും കേട്ടോ. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് പശുക്കളനൊക്കെ വളർത്തി അങ്ങനെ കുറച്ച് ഇങ്ങനെ കൂടുതലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒറ്റയടിക്ക് കൂടുതൽ എണ്ണത്തിന് മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ നമുക്ക് തന്നെ ഇതിനോടൊരു മടുപ്പ് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കുറേശ്ശെ ആയിട്ട് കൂട്ടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ പശു എന്നൊന്നും പറയുന്നത് അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറേ പേർക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ട് നടക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ആരുടെയും അടിമകളായിട്ട് കാണാതിരിക്കുക. ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വലിയ കഴിവാണ് എന്ന് ചിന്തിക്കാതെ നമുക്ക് അവർ സഹായിക്കുകയാണെന്ന് ചിന്തിക്കുക.